സ്റ്റെഫിൻ പറഞ്ഞതുപോലെ സിറ്റിംഗ് എം എൽ എമാരാണ് കൂടുതൽ. ആ സിറ്റിംഗ് എം എൽ എമാരുടെ സീറ്റുകൾ അധികം ചോർച്ച ഉണ്ടാകില്ല എന്നാണ്. പക്ഷേ പൊളിറ്റിക്കലി പാൻ കേരള നോക്കുമ്പോൾ ഏതൊക്കെ വിഭാഗങ്ങൾ LDF നിന്ന് അകന്നുപോയി, അങ്ങനെ അകന്നു പോയിട്ടുണ്ട് എങ്കിൽ ഏതൊക്കെ വിഭാഗങ്ങൾ UDF അകന്നുപോയ വിഭാഗങ്ങൾ തിരിച്ചു വന്നു, ആരൊക്കെ അടിയുറച്ച് നിൽക്കുന്നു എന്ന വലിയ ചോദ്യമുണ്ട്. പ്രദീപ് ജോസഫ് ഉണ്ട് നമുക്കിപ്പം ഇപ്പോൾ എറണാകുളത്ത് നിന്ന്. പ്രദീപ്, ഇപ്പോൾ നമുക്കിപ്പോൾ ഓരോ വിഭാഗങ്ങളെ തിരിച്ച് ചർച്ചയിൽ രാഷ്ട്രീയത്തിൽ പുതുമയുള്ള കാര്യമല്ലോ. ക്രൈസ്തവ വിഭാഗത്തിൻ്റെ വോട്ട് ഇക്കുറി അടിയുറച്ച് UDF തിരികെ എത്തുമോ? നേരത്തെ ഉണ്ടായിരുന്ന ഇപ്പോൾ തീരമംഗലിൽ ലത്തീൻ വോട്ടടക്കം ആ വോട്ട് അടിയുറച്ച് നിൽക്കുമോ? മധ്യ കേരളത്തിൽ എന്ത് UDF പ്രതീക്ഷിക്കുന്നുണ്ട്? അവിടെ എങ്ങനെ നിലനിൽക്കാൻ കഴിയുമെന്നാണ് LDF പ്രതീക്ഷ എന്ന് കൂടിയില്ലേ? തീർച്ചയായും രതീഷ, നമുക്കറിയാം ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് മലബാറിൽ നിന്ന് വോട്ടെണ്ണി എറണാകുളത്ത് എത്തുമ്പോഴേക്ക് ഭരിക്കാൻ ആവശ്യമായ ഭൂരിപക്ഷം കിട്ടും, ബാക്കി ലഭിക്കുന്നതെല്ലാം ബോണസ് ആയിരിക്കുമെന്നാണ്. അതായത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞും അദ്ദേഹം ഇത് തന്നെയാണ് ആവർത്തിച്ചത്. അതായത് മുൻപ് സ്റ്റെഫിൻ പറഞ്ഞതുപോലെ വിവിധ തലങ്ങളിലുള്ള കണക്ക് കൂട്ടലുകൾക്കും കൂട്ടിക്കിഴിക്കലുകൾക്കും എല്ലാം ശേഷവും അദ്ദേഹം പറയുന്നത് എറണാകുളത്ത് എത്തുമ്പോൾ ഭരിക്കാൻ ആവശ്യമായ ഭൂരിപക്ഷം കിട്ടും, പിന്നീട് ലഭിക്കുന്നത് ബോണസാണ്. അതായത് അത്രയധികം ആത്മവിശ്വാസമാണ് UDF ക്യാമ്പിനുള്ളത്. UDF പല പ്രമുഖ നേതാക്കളും രഹസ്യമായി പറയുന്നത് 78 മുതൽ 82 വരെ സീറ്റുകൾ ഉറപ്പാണ് എന്നാണ്. അതായത് ഭരിക്കാൻ ആവശ്യമായ ഭൂരിപക്ഷം ലഭിക്കും, ഭരണം ലഭിക്കും എന്ന് തന്നെ അവർ പ്രതീക്ഷിക്കുന്നു. മാത്രമല്ല 2 തവണയാണ് ഇപ്പോൾ UDF പ്രതിപക്ഷത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ UDF സ്നേഹിക്കുന്ന ഒരുപാട് ആളുകൾ അടിത്തട്ടിൽ ഇപ്പോഴുമുണ്ട്. അവരൊക്കെ കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ ആത്മാർത്ഥതയോടെ പ്രവർത്തിച്ചു. അതായത് പ്രചാരണ രംഗത്ത് പ്രവർത്തിച്ചു, കൂടാതെ വോട്ടിടുന്ന സമയത്തായിരുന്നാലും കൂടുതൽ ആത്മാർത്ഥമായി വർക്ക് ചെയ്തു, വോട്ട് ചെയ്തു. അതുകൊണ്ട് തന്നെ അധികാരത്തിൽ എത്തുമെന്നാണ് 100% അവർ ആത്മവിശ്വാസം പുലർത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ പോളിംഗിന് ശേഷം എല്ലാ കണക്കുകൂട്ടലുകൾക്കും ശേഷവും പ്രതിപക്ഷ നേതാവ് തന്നെ പറയുന്നത് 100 സീറ്റുകൾക്ക് മുകളിൽ എത്തുമെന്ന്. പക്ഷേ മറ്റൊരു ചോദ്യമുണ്ട്. 78 മുതൽ 82 വരെ സീറ്റുകൾ ലഭിക്കുമെന്ന് UDF പൊതുവിൽ കണക്ക് കൂട്ടിയാൽ സ്വാഭാവികമായും ആരുടെയും കണക്ക് കൂട്ടലുകൾ തെറ്റാം. പക്ഷേ അത്രയും സീറ്റുകൾ കിട്ടുമോ എന്നുള്ളതാണ്. അതായത് 80 സീറ്റ് കൂട്ടിയാലല്ലേ ഒരു 70 സീറ്റെങ്കിലും കിട്ടൂ എന്ന് ചോദിക്കുന്ന ആളുകളും ഇല്ലാതില്ല. ആ ചോദ്യവും അവഗണിക്കാൻ വയ്യതാനും. മറ്റൊരു ചോദ്യം ഇപ്പോഴും CPM നേതാക്കൾ പറയുന്നത്, പ്രത്യേകിച്ചും MV ഗോവിന്ദൻ പറയുന്നത് 90 സീറ്റ് ഉറപ്പാണ് എന്നാണ്. എന്തുകൊണ്ടാണ് അദ്ദേഹം ഇത്തരത്തിൽ 90 സീറ്റ് എന്ന് കൃത്യമായി ഒരു ഡിജിറ്റ് തന്നെ പറയുന്നത് എന്നുള്ള ചോദ്യവും ചില കോൺഗ്രസ് നേതാക്കളെങ്കിലും ചോദിക്കുന്നു. അതായത് അത്രയധികം ആത്മവിശ്വാസം യഥാർത്ഥത്തിൽ ഉള്ളതാണോ, അതോ ഫലം വരും വരെയുള്ള ഒരു ആത്മവിശ്വാസം മാത്രമാണോ ഇത് എന്നുള്ള സന്ദേഹവും ചില നേതാക്കളെങ്കിലും രേഖപ്പെടുത്താതിരിക്കുന്നില്ല. അതേസമയം ന്യൂനപക്ഷ വോട്ടുകൾ തങ്ങൾക്ക് അനുകൂലമായി ലഭിച്ചു എന്ന് തന്നെയാണ് UDF നേതാക്കൾ എല്ലാവരും പറയുന്നത്. കാരണം എല്ലാ സഭാ വിഭാഗങ്ങളെയും അല്ലെങ്കിൽ ഇതര വിഭാഗത്തിൽപ്പെട്ട മതങ്ങളുടെയൊക്കെ നേതാക്കളെ നേരിട്ട് കാണുകയും സൗഹൃദം പുലർത്തുകയും സൗഹൃദം പങ്കിടുകയും ഒക്കെ ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ നേരത്തെ അകന്നു നിന്നിരുന്ന വിഭാഗങ്ങളെ കൂടി UDF ആകർഷിക്കാനായി എന്നാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത്. മാത്രമല്ല കണക്കുകൂട്ടൽ അതിന് തീർച്ചയായിട്ടും അടിസ്ഥാനമുണ്ട്. മലബാർ ഇത്തവണ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വളരെ ക്രൂഷ്യലാണ്.